കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ MDMA കുറിച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് പേര് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അവർ പലരും MDMA ഉപയോഗിച്ച ആൾക്കാരാണ്, ഇതിൽ നിന്നും മുക്തി നേടിയിട്ടുള്ള ആൾക്കാരാണ്, പലരും ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നാട്ടിൽ MDMA അല്ല, പകരം ക്രിസ്റ്റൽ മെത്ത് തുടങ്ങിയ മെത്താംഫിറ്റമിൻ ഗുളികകളാണ്, പൊടികളാണ് വിൽക്കുന്നത്, അതാണ് ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ആ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് അനുഭവങ്ങൾ പറഞ്ഞ സ്കൂൾ കുട്ടികളുണ്ട്, 10ാം ക്ലാസ്സിലും പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ അനുഭവങ്ങളും അവർ ഷെയർ ചെയ്ത കാര്യങ്ങളും അവർ ഷെയർ ചെയ്ത പല ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ രക്ഷിതാക്കളും ഇത് മുഴുവനായിട്ട് കാണണം, നിങ്ങളിത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന വാർത്തകൾ ഓരോ രക്ഷിതാക്കളെയും വളരെയധികം ദുഃഖിപ്പിക്കുന്നതും ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. കാരണം കേരളത്തിലെ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അച്ഛനെയോ അമ്മയെയോ പെങ്ങളെയോ ജ്യേഷ്ഠനെയോ ഒക്കെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ പല രക്ഷിതാക്കൾക്കും ഉള്ളൊരു ആശങ്കയാണ്, സ്വന്തം മക്കളെ എങ്ങനെ ലഹരിയിൽ നിന്നും മുക്തയാക്കാം, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അതോടൊപ്പം തന്നെ ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ, മക്കൾ സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ട് രക്ഷിതാക്കൾ എന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഓരോ രക്ഷിതാക്കളും ജീവിക്കുന്നത് പലരും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സമ്പാദിക്കുന്നതും കഷ്ടപ്പെടുന്നതും ജോലി എടുക്കുന്നതും ഒക്കെ പലരും പ്രവാസ ലോകത്തൊക്കെ കഷ്ടപ്പെടുന്നത് അവരുടെ മക്കൾ നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടും അവരുടെ ഭാവി സുരക്ഷിതമാവാൻ വേണ്ടിയിട്ടും ഈ മക്കൾ രക്ഷിതാക്കൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. പക്ഷേ ഈ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ലഹരിയുടെ അടിമകളായിട്ട് മാറുകയും ഇവർ ഈ രക്ഷിതാക്കൾക്കും അമ്മയ്ക്കും ചേച്ചിക്കും അനിയത്തിക്കും ഒക്കെ ഒരു ഭീഷണിയായി മാറുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതാണ് പല വീടുകളിലും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മൾ വളരെ സെൻസിറ്റീവാണ്, നമ്മൾ വളരെ കൺസേൺ ആണ്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ ഏതൊക്കെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പോലും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് തന്നെ എനിക്ക് പറയാനുള്ള പോയിന്റ് നമ്പർ 1, നമ്മൾ ഈ കുട്ടികളുടെ കൂടെ ചലിക്കണം. കാലം മാറുന്നതിനനുസരിച്ച്, സോഷ്യൽ മീഡിയ മാറുന്നതിനനുസരിച്ച് കുട്ടികൾ മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ കൂടെ നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ മറ്റ് കാലത്തിനനുസരിച്ച് അവരുടെ കൂടെ നമ്മൾ ജീവിക്കാൻ പലപ്പോഴും ശ്രമിക്കണം. നമ്മളിപ്പോഴും ആ പഴയ 80s അല്ലെങ്കിൽ 90s കാലഘട്ടത്തിൽ ജീവിക്കാതെ ഒരു പടി അവരോടൊപ്പം ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അവർ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇത്തരം ലഹരിയുടെ ഇടപാടുകളൊക്കെ നടക്കുന്നത് ഇൻസ്റ്റഗ്രാം, ഗൂഗിൾ പേ തുടങ്ങിയ സോഷ്യൽ മീഡിയയും ഇത്തരം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവർ പരസ്പരം അറിയുന്നു പോലും ഇല്ല ആരാണ് ലഹരി കൊണ്ടുവന്ന് തരുന്നത്, എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പോലും പരസ്പരം അറിയുകയോ കാണുകയോ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള രീതിയിൽ കൂടെ ആണ് ലഹരി കൈമാറ്റം വരെ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് സോഷ്യൽ മീഡിയ അടക്കം കുട്ടികളുടെ കൂടെ നമ്മൾ ജീവിക്കണം. നമ്മുടെ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ്, അവരേതൊക്കെ ഗ്രൂപ്പിലൊക്കെയാണ് അംഗമായിട്ടുള്ളത് തുടങ്ങിയ ഒരു കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം. അതിന് കുട്ടികളോട് നമ്മൾ സംസാരിക്കണം. നമ്മളൊരു സുഹൃത്തിനെ പോലെ കുട്ടികളടുത്ത് പല സമയങ്ങളിലും പെരുമാറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗ്യാങ്ങിലേക്ക് പലപ്പോഴും നമ്മളൊന്ന് എത്തി നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. പലപ്പോഴും ബോയ്സാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇൻവോൾവ് ആയി കാണുന്നത്. കാരണം അതിന് ചില കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബോയ്സിൻ്റെ ഒരു ടീനേജ് കാലഘട്ടത്തിൽ, അവരുടെ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഗേൾസിനുണ്ടാകുന്ന കൗമാര പ്രശ്നങ്ങൾ, അവരുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബോയ്സിന് 15-16 വയസ്സ് കാലഘട്ടത്തിലുള്ള കുട്ടികളാണ് അധികവും ഇത്തരം കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഈ കുട്ടികൾ മറ്റു മുതിർന്ന ആൾക്കാരുടെ പ്രേരണക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത്. അതായത് ബോയ്സ് ആവട്ടെ ഗേൾസ് ആവട്ടെ, ഇവരെ നിയന്ത്രിക്കുന്നത് മുതിർന്ന ആളുകളാണ്. ഈ ബോയ്സും ഗേൾസും ഇത്തരം സബ്സ്റ്റൻസസ്, ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ ഉപയോഗിക്കുന്നവരായി മാറുകയാണ്, പലപ്പോഴും കാരിയേഴ്സായിട്ട് മാറുകയാണ്, പലപ്പോഴും ഇത് കച്ചവടം ചെയ്യുന്നവരായിട്ട് മാറുന്നതാണ്. ഈ ഒരു പ്രായത്തിലുള്ള ബോയ്സോ ഗേൾസോ അവർക്ക് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ ഇടയ്ക്ക് അന്വേഷിക്കണം. അതേപോലെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള ആങ്സൈറ്റി, ടെൻഷൻ, പഠനത്തിൽ സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ പലരും ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്, അതിനെ ഒരു എക്സ്ട്രോവേർട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ഗേൾസ് പലർക്കും സുഹൃത്തുക്കളില്ല, ഷെയർ ചെയ്യാൻ ആരുമില്ല, ലോൺലിനെസ് അനുഭവപ്പെടുന്നു.
അതുപോലെ തന്നെ പലർക്കും ബാഡ് എക്സ്പീരിയൻസ് പല ആൾക്കാരിൽ നിന്നും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷം വീട്ടിലുണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഇവരുടെ മെൻസ്ട്രൽ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അമ്മമാരോ സഹോദരികളൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അതായത് ആദ്യമായിട്ട് നമ്മൾ കുട്ടികളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയും അവരുടെ ലോകത്ത് അവരോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണം. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ലഹരികളെക്കുറിച്ചാണ്. ലഹരികൾ അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. സ്മോക്കിംഗ് ആവാം, കഞ്ചാവ് പോലത്തെ സ്മോക്കിംഗ് ആവാം, ബീഡി സിഗരറ്റൊക്കെ ആവാം, പിന്നെ കൂൾ ലിപ്പ്, ഹാൻഡ്സ് തുടങ്ങിയ വസ്തുക്കൾ അതൊക്കെ ഉപയോഗിക്കുന്ന പല കുട്ടികളുണ്ട്. ഇതിൽ നിന്നും അടുത്ത സ്റ്റെപ്പ് MDMA അല്ലെങ്കിൽ മെത്താംഫെറ്റാമിൻ, ചില്ല്, കല്ല് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. മൊബൈൽ അഡിക്ഷൻ ഒരു അഡിക്ഷൻ തന്നെയാണ്. ഗെയിമിങ്, ഗാംബ്ലിങ്, ബെറ്റ് വെച്ചുകൊണ്ട് പൈസ ഇരട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഗാംബ്ലിങ്, ഇതിലൊക്കെ നമ്മുടെ കുട്ടികൾ ചെന്ന് പെടുന്നുണ്ട് എന്നുള്ള കാര്യം മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. കൂടുതലും ആൺകുട്ടികളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം അവർക്ക് ഫ്രണ്ട്സ് സർക്കിളുണ്ട്, അവർക്ക് ഇടയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള അവസരങ്ങളുണ്ട്, അവരുടെ കയ്യിൽ പലപ്പോഴും പൈസ എത്തുന്നുണ്ട്. ചില പ്രവാസി കുടുംബങ്ങളിലൊക്കെ വീട്ടിലെ പൈസയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പോൾ ഈ ആൺകുട്ടികളായിരിക്കാം. ഗൂഗിൾ പേയുടെ അക്കൗണ്ടൊക്കെ അവരുടെ കയ്യിലായിരിക്കാം ഉണ്ടാവുക. അതുകൊണ്ട് ഇത്തരം ആൺകുട്ടികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വീട്ടിലെ രക്ഷിതാക്കൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അക്കൗണ്ടിൽ നിന്നും ട്രാൻസാക്ഷൻസ് നടക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും 100 രൂപ, 500 രൂപ, 1000 രൂപയ്ക്ക് കണക്കിലില്ലാത്ത എമൗണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. മാസത്തിലൊരിക്കലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് നമ്മൾ ചെക്ക് ചെയ്തേ മതിയാവും. കാരണം ലഹരി വസ്തുക്കളുടെ വിൽപ്പനകൾ നടക്കുന്നത് ഗൂഗിൾ പേ വഴിയാണ്, അല്ലെങ്കിൽ മറ്റു ഓൺലൈൻ വഴിയാണ്. ആരും പൈസ നേരിട്ട് കൊടുക്കുന്നില്ല. ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുക്കുന്നു. ഈ ലഹരി വിൽക്കുന്ന ഡീലർ ഇവർ പറയുന്ന സ്ഥലത്ത് ഇത് കൊണ്ടുപോയി വെക്കുന്നു, ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നു, ഈ കുട്ടി അവിടെ പോയിട്ട് എടുക്കുന്നു, അത് അവരുടെ ഫ്രണ്ട്സിന് വിതരണം ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ലഹരിയുടെ ഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം രക്ഷിതാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ എവിടേക്കാണ് പോയിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗൂഗിൾ പേയിൽ ട്രാൻസാക്ഷൻസിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമൊക്കെ വഴി ചാറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു കുട്ടിയുടെ കയ്യിലെ മൊബൈൽ ഫോൺ ആണ് എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ, ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, ആ കുട്ടി എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ആ മൊബൈൽ ഫോണിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. MDMAക്കും ക്രിസ്റ്റൽ മെത്തിനൊന്നും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണാൻ പറ്റില്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നും കൂടെയാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരം മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തിൽ പ്രത്യക്ഷ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിക്കില്ല. പക്ഷേ അവരുടെ ഉറക്കത്തിൻ്റെ സമയം, പകൽ നന്നായിട്ട് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കാം, രാത്രി ആവശ്യമില്ലാതെ ഇരിക്കുന്ന മൊബൈൽ കാണുന്ന ആൾക്കാരുണ്ടാകും, ഒരുപാട് സമയം മൊബൈൽ വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടാകും, പ്രത്യേകിച്ച് പോൺ സൈറ്റുകളിലൊക്കെ കയറുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഭക്ഷണം കഴിക്കുന്നത് വളരെ കുറവ്, ശരീരം മെലിഞ്ഞു വരുന്നു, സ്വഭാവത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നു. ചില ദിവസങ്ങളിൽ ഭയങ്കര സ്നേഹവും കെട്ടിപ്പിടിക്കലും ഉമ്മവെക്കലൊക്കെ ഉണ്ടാവും. പക്ഷേ ചില ദിവസങ്ങളിൽ ഭയങ്കര ഡിപ്രഷൻ, കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഡള്ളായിട്ട് മാറുന്ന കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് പൈസയുടെ ആവശ്യങ്ങൾ വരികയാണ്. ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എനിക്ക് ഇത്ര ആവശ്യമുണ്ട്, പൈസ വേണം എന്നുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ലഹരിയുടെ വിൽപ്പനകളും വിപണനങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. ഇതൊക്കെ ഒരു സൂചന മാത്രമാണ്. പക്ഷേ പലരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത ഒരുപാട് ഇതിലും വലിയ കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ പല ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ, പല ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ സ്വന്തം അമ്മയുടെ ഫോട്ടോ, സ്വന്തം അനിയത്തിയുടെ ഫോട്ടോ ഒക്കെ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ട് മക്കളെ കൊണ്ട്, 9ഉം 10ലും പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് ആ ഗ്രൂപ്പിലേക്ക് അവർ അയച്ചു തരാൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അതിൽ ഷെയർ ചെയ്യുന്നവരുണ്ട്, ഇത് കണ്ട് ആസ്വദിക്കുന്ന മക്കളുണ്ട്, ഇതൊക്കെ MDMA ഉപയോഗിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന വലിയ മക്കളുണ്ട്. ഇവരൊക്കെ പ്രധാനമായിട്ടും അശ്ലീല വെബ്സൈറ്റുകളിലേക്കാണ് ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്കാണ് കുട്ടികളെ ഡൈവേർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ലൈംഗികമായിട്ടുള്ള പല കാര്യങ്ങളും ഈ കുട്ടികൾ അവരുടെ മൈൻഡിൽ കയറുകയും അത് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാകുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് സ്വന്തം അമ്മയെ പോലും ലൈംഗികമായിട്ട് ഉപദ്രവിക്കുന്ന മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ അവരോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ നിൻ്റെ സഹോദരിക്ക് ജ്യൂസിൽ MDMA കലക്കി കൊടുക്ക്, എന്നിട്ട് അവരെ മയക്കിയ ശേഷം അവരുടെ ഫോട്ടോസ്, വീഡിയോസ് അയച്ചുതാ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്.
ഇനി കുട്ടികൾ MDMA പോലത്തെ വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നെങ്ങനെ മനസ്സിലാക്കാം? അവരുടെ റൂം നമ്മൾ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്യണം. അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ ഇടയ്ക്കൊന്ന് സെർച്ച് ചെയ്യണം. ചിലപ്പോൾ ഷൂസിൻ്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഉള്ളിലായിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളുടെ പോക്കറ്റുകളിലായിരിക്കാം. ഇതിലൊക്കെ MDMA അവർ ക്യാരിയറായിട്ട് പലപ്പോഴും ഇങ്ങനെ കോളറിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ MDMA കടത്തുന്നുണ്ട്. ഈ പോക്കറ്റിൻ്റെ ഉള്ളിലുണ്ടാകാം, ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് ഇതൊന്നും കണ്ടുപിടിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അവരുടെ റൂമിൽ ഇത്തരം പാക്കറ്റുകൾ അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റിൻ്റെ സാധനങ്ങൾ, അതുപോലെ തന്നെ ചില്ല്, കുപ്പി, അബ്നോർമലായിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ MDMA ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. ഇത് ഫ്യൂംസ് ആയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, ജ്യൂസിലിട്ടിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കൂളിപ്പൊക്കെ വായയുടെ ചുണ്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ റൂമിലുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കണം. ഇത്തരം സാധനങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ അടുത്ത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ സംസാരിച്ചു കൊണ്ട് അവരുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അഡിക്ഷൻ്റെ കാര്യങ്ങൾ ചെയ്യണം. അതായത് ഒരാൾ അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 രീതിയിലുണ്ട്. അഡിക്ഷനും ഉണ്ട്, അബ്യൂസും ഉണ്ട്. അബ്യൂസൊക്കെ ആണെങ്കിൽ തനിയെ വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റും. പക്ഷേ അഡിക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ അതൊരു ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡറാണ്. അവരുടെ ബ്രെയിനിൽ പല മാറ്റങ്ങളും വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വസ്തു ഉപയോഗിക്കുന്ന കാരണം. ഇതിനി കിട്ടാതെ വരുന്ന സമയത്ത് അവർക്ക് വിഡ്രോവൽ സിംറ്റംസ് പല രീതിയിൽ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് അഡിക്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നല്ല രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇത് നമ്മുടെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഭാര്യമാർ, പലരുടെയും ഭർത്താക്കന്മാർ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. ചേച്ചിമാരും ചേട്ടന്മാരും രക്ഷിതാക്കളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നമ്മുടെ നാട്ടിലെ നമ്മുടെ യുവതലമുറയെ ലഹരിയിൽ നിന്നും മുക്തരാക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.